السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أيحسب الإنسان أن يترك سدى ألم يكن نطفة من مني يمنى. വേദിയിലും സദസ്സിലുമുള്ള സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് മനുഷ്യരായ നമ്മളെല്ലാവരും. മറ്റ് ഇതര ജീവികൾക്കില്ലാത്ത പല സവിശേഷതയും പ്രത്യേകതയും മനുഷ്യന് പടച്ചതമ്പുരാൻ നൽകിയിട്ടുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവൻ ഏറ്റവും ഉത്കൃഷ്ടനാകുവാനും ഉന്നതമാകാനും പറ്റിയ അവസ്ഥയിലാണ് മനുഷ്യ സൃഷ്ടിപ്പ്. ലഖദ് ഖലഖൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെങ്ങാനും മോശമാകുവാനും ചീത്തയാകാനും തുടങ്ങിയാലോ മൃഗങ്ങളെക്കാൾ തരംതാഴ്ന്നു പോകാനും പറ്റിയ അവസ്ഥയിലാണ്. ഇതിൽ ഏത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബ് നൽകിയിട്ടുണ്ട്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. നന്ദിയുള്ളവനാകാം, നന്ദിയില്ലാത്തവനാകാം. ആ നിലക്ക് സൃഷ്ടിച്ച നമുക്ക് വ്യവച്ഛേദിച്ച് കാര്യങ്ങൾ തിരിഞ്ഞ് മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയ പടച്ചവൻ നമ്മോട് അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അവന് രണ്ട് കണ്ണ് നൽകിയില്ലേ, നാവും ചുണ്ടും സംസാരിക്കാനും കാര്യങ്ങൾ അന്വേഷിച്ചറിയാനുമുള്ള നാവും ചുണ്ടും നൽകിയില്ലേ, വഹദൈനാഹു നജ്ദൈൻ രണ്ട് മാർഗം അവന് കാണിച്ചു കൊടുത്തില്ലേ എന്ന ചോദ്യവും ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു ധർമ്മസമര സംഗമം പെരിന്തൽമണ്ണയിൽ നടക്കുന്ന വിദ്യാർത്ഥി കോൺഫറൻസിന്റെ ഭാഗമായി എല്ലാ വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും സന്ദേശം എത്തിക്കുന്നതിന്റെ പ്രചരണാർത്ഥം ഈ പ്രോഗ്രാം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഏറെ ഭയപ്പാടോടുകൂടിയാണ് ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തെ പറയുമ്പോൾ അവർ ഇന്ന് ഉണ്ടാക്കി തീർക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പം വല്ലാത്ത ഭീതിയും ബേജാറോടും കൂടി കഴിയുന്ന ഒരുപാട് കുടുംബം, ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു വീട്ടിലുണ്ടെങ്കിൽ മരണതുല്യമായി ആ വീട് മാറുകയും ആ വീട്ടിലുള്ള മാതാപിതാക്കൾ തമ്മിൽ കലഹമാകുകയും അങ്ങനെ ഇത്തരം ആളുകളെ ഞാൻ ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിന്റെ കീഴിലുള്ള ന്യൂ ഹോപ്പ് കൗൺസിലിംഗ് ആൻഡ് ഡിയലിസിസ് സെന്ററിലേക്ക് വരുമ്പോൾ അവിടുത്തെ ആ ഒരു വിദ്യാർത്ഥിയെ ചൊല്ലി രക്ഷിതാക്കൾ കലഹിക്കുന്ന അവസ്ഥ. പിതാവിന് പറയാനുള്ളത്, ഞാൻ ജോലി സ്ഥലത്തും തിരക്കിലും ആകുമ്പോൾ കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്വം അത് എന്റെ ഭാര്യക്കല്ലേ, അവൾ നിർവഹിച്ചിട്ടില്ല, ഞാൻ പറയുന്നത് അവൾ കേൾക്കുന്നില്ല. കാരണം അവർ
വാതിൽ തുറക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടും പാതിരക്ക് ഉറങ്ങാതെ കാത്തുനിന്ന് ഡോറ് തുറന്നു കൊടുത്തിട്ടാണ് എന്റെ മകൻ ഇങ്ങനെയായത് എന്ന് പറയുന്ന, അങ്ങനെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന, തിരിച്ച് ഭർത്താവിനെ ഇങ്ങോട്ട് കുറ്റപ്പെടുത്തുന്ന, അങ്ങനെ കുടുംബങ്ങളാകെ കലഹങ്ങളായി ഒരു വല്ലാത്ത അവസ്ഥയിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ധാരാളം കുടുംബങ്ങൾ നേർക്കാഴ്ചയായി കാണുമ്പോൾ അതിൻ്റെ ആ ഒരു സങ്കടം ഇന്ന് ഈ ഒരു ഉത്ഭുതമായ സദസ്സിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങാം. അതായത് 2 കുട്ടികളെ കൊണ്ടുവരികയാണ്. ഒരു കുട്ടി +2 ആണ്, ഒരു കുട്ടി SLC ആണ്. മാതാവാണ് കൊണ്ടുവരുന്നത്. ഉപ്പ ഗൾഫിലാണ്. കൊണ്ടുവരുമ്പോ ഈ 2 മക്കൾ, ഒരു കുട്ടി MDMA, +2 പഠിക്കുന്ന കുട്ടി MDMAയും കഞ്ചാവും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റേ കുട്ടിയും ഏകദേശമൊക്കെ രുചി നോക്കിയിട്ടുണ്ട്. ഈ 2 മക്കളെ, ഈ ആൺകുട്ടികളെ കൈപിടിച്ച് അങ്ങനെ പിടിച്ചും വലിച്ചും ഈ ഉമ്മയും മറ്റൊരാളും കൂടി കൊണ്ടുവരുമ്പോ അവരെ ഇരുത്തി സംസാരിച്ച്, മൂത്തവനെ, ഈ SLC പരീക്ഷ ടൈമിലാണ്, മൂത്തവനോട് അഡ്മിറ്റ് ചെയ്യാം, മറ്റവനെ SLC പരീക്ഷ കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ ഉമ്മ തിരിച്ചു പറയുന്നത്, ഇന്നിന്റെ ഒരുപാട് ന്യൂസ് കേട്ട് അങ്ങനെ ഞാൻ ഇവനെ വീട്ടിൽ കൊണ്ടുപോയാൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ആമറെടുത്ത് എന്റെ തലക്കടിക്കുമോ എന്റെ കുട്ടി എന്നുള്ള ചോദ്യമാണ് ആ ഉമ്മയുടെ ചോദ്യം. അതെ, സ്വന്തം വീട്ടിൽ മക്കളുണ്ടായാൽ ഉറങ്ങാൻ പോലും ഭയക്കുന്ന ഒരു കുടുംബമായി ഇന്ന് കേരളത്തിലെ മിക്ക കുടുംബങ്ങളും മാറുമ്പോൾ അവിടെയാണ് ലഹരിയുടെ ആ ഒരു വല്ലാത്ത നീരാളിപ്പിടുത്തം. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, മദ്യത്തിന് അടിമപ്പെട്ടു, മയക്കുമരുന്നിന് അടിമപ്പെട്ടു, LSDയും കൊക്കൈനും സ്റ്റാമ്പും എന്നു തുടങ്ങി ഒട്ടനവധി ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു. ഇതേപോലെ പറയുന്നതാണ് മൊബൈലിന് അടിമപ്പെട്ടു, പ്രേമത്തിന് അടിമപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് അഡിഷനുകളുടെ ഒരു കലവറ ഗെയിമിനും അതേപോലെയുള്ള ഒട്ടനവധി ചൂതാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് മൊബൈലിലൂടെയുള്ളതും പബ്ജിയും മറ്റൊട്ടനവധി ഗെയിമുകളും ഇങ്ങനെ തുടങ്ങുന്ന അഡിഷന്റെ എണ്ണം അത് വ്യത്യസ്തങ്ങളായ രീതിയിൽ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം, അവർക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് ധാരാളമാണ്. ഇന്ന് ഈ സമീപ പ്രദേശത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരികയാണ് ന്യൂഹോപ്പിലേക്ക്. ഞാൻ ഇപ്പോൾ വരുന്നത് പെരിന്തൽമണ്ണ ന്യൂഹോപ്പ് എന്നാണ്. ഈ സമീപ പ്രദേശത്ത് കൊണ്ടുവന്ന ഒരു കുട്ടി, ആ കുട്ടി ഒരു പെൺകുട്ടിയാണ്. അതെ, ഞരമ്പ് 3 പ്രാവശ്യം ഞരമ്പ് ഇങ്ങനെ ബ്ലേഡോണ്ട് അറുത്ത പാടിങ്ങനെ കാണിച്ചു തരാണ്. പേടിയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ വീടിന്റെ പല ഭാഗത്തും ലോക്ക് ചെയ്തിരിക്കുകയാണ്, ലോക്ക് ചെയ്ത് പൂട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ കുട്ടിയെ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുമോ, അതല്ല ഈ കുട്ടി അതിന് ഞങ്ങൾ വിസമ്മതിക്കുമ്പോഴേക്ക് വീണ്ടും ഞരമ്പ് മുറിക്കുമോ എന്ന ഭയത്തോടുകൂടിയാണ് ഇന്ന് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ രാവിലെ സംസാരിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ഈ കുട്ടി സീരിയലും സിനിമയും ഒക്കെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതെ, ആ സീരിയലും സിനിമയും ഒക്കെ കണ്ട് ഒരു പ്രശ്നമുണ്ടായാൽ വേഗം ജീവിതം അവസാനിപ്പിക്കാനുള്ള ഏക വഴിയാണ് ഇതെന്ന്, ആ ഞരമ്പ് മുറിക്കുന്നത്, ഫാൻമേൽ എങ്ങനെ തൂങ്ങണം, ട്രെയിനിന് എങ്ങനെ തലവെക്കണം എന്ന് തുടങ്ങി എല്ലാം പഠിക്കുന്നത്. അതെ, ആ നടി ഞരമ്പൊക്കെ മുറിച്ച് കുറച്ച് ഞാൻ എഴുന്നേറ്റ് പോകും, ഇവര് മുറിച്ചാൽ അത് അവസാനമാകും. അതൊക്കെ പഠിച്ചത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്ത് എപ്പോഴാണ് ഈ കുട്ടി ഉറങ്ങാറുള്ളത്? അതെ, രാത്രി 12ഉം 1ഉം 2ഉം മണിയാകും. ഇതൊരു പെൺകുട്ടിയുടെ മാത്രം കഥയല്ല, എത്രയോ ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ഉറങ്ങുന്നത്, അതെ, വിദ്യാർത്ഥികൾ പലരും ഉറങ്ങുന്നത്
നട്ടപ്പാതിരക്കൊക്കെയാണ്. കയറി വരുന്നതും അങ്ങനെയാണ്. രാവിലെ 10, 11, 12 മണിയായിട്ട് ഉണരുന്ന ധാരാളം മക്കളുണ്ട്. അവിടെയാണ് ഇവിടെയുള്ള രക്ഷിതാക്കളോട് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. വഴിയെ സംസാരത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. അതെ, ഇങ്ങനത്തെ അവസ്ഥ ഈ കുട്ടിയെ എന്നിട്ട് സൈക്കാട്രിയുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കാണിച്ച് മെഡിസിൻ കൊടുത്ത് ഇന്ന് ഈ പറഞ്ഞ ഈ സമീപ പ്രദേശത്തുള്ള കുട്ടി ന്യൂ ഹോപ്പിൽ അഡ്മിറ്റിലാണ്. അതെ, ന്യൂ ഹോപ്പിന്റെ ആ ഒരു വികാസം എന്ന മൈൻഡ് എന്നൊരു മറ്റൊരു സ്ഥാപനം കൂടി തുടങ്ങിയിരിക്കുന്നു. അതായത് പെൺകുട്ടികളൊക്കെ ധാരാളം വരുന്നത് കൊണ്ട് അവരെ കുടുംബത്തോടു കൂടി നിൽക്കാനുള്ള സ്ഥാപനം. യഥാർത്ഥത്തിൽ ഇതിന്റെ ഓണർ, മൗലാന ഹോസ്പിറ്റലിന്റെ ഓണർ ഈ ഒരു സ്ഥാപനം പൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഇല്ലാതായി ഈ സ്ഥാപനം പൂട്ടണം. പക്ഷേ ഒന്നുകൂടി പുതിയത് സ്ത്രീകൾക്ക് കൂടിയും ഒരുപാട് ഇത്തരം ആളുകൾക്ക് ധാരാളം നിറയുന്ന സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ ഒന്നുകൂടി ഈ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ വർദ്ധിക്കുകയാണ്. അതെ, സഖികെട്ട് എന്ത് ചെയ്യണമെന്നും അറിയാതെ പ്രയാസപ്പെടുകയാണ്. ഈ അടുത്ത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള അനസ്തേഷ്യയുടെ ഒരു ലേഡി ഡോക്ടർ വരികയാണ്. അതെ, ആ രക്ഷിതാക്കൾ, 2 മക്കളുള്ള രക്ഷിതാക്കൾ ആ കുട്ടിയെ അനസ്തേഷ്യയുടെ ഡോക്ടറെ MDMA ഉപയോഗിച്ച് പ്രയാസം സഹിച്ചുകൊണ്ട് സഖികെട്ട് മക്കളെ നോക്കണില്ല, നേരെ ഹോസ്പിറ്റലിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക്, അവിടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട്, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട്, ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് അത്തരം കർമ്മത്തിന് അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറാണ് MDMAയിൽ അകപ്പെട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് ന്യൂ ഹോപ്പിലേക്ക് കൊണ്ടുവരുന്നത്. എത്ര കേസ്! അത് ഉയർന്നവരും താഴ്ന്നവരും കണക്കില്ല. യഥാർത്ഥത്തിൽ ഈ ലഹരിയുടെ കണക്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ തട്ടിച്ചു നോക്കിയാൽ അതെ, നഷ്ടം മാത്രമുള്ള, ഒരു നിലക്കും ലാഭമില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതെ, ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ. ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളുടെ എന്താണ് നഷ്ടമാകാത്തത്? ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ പഠനം അത് പാടെ നഷ്ടമാകുന്നു. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ ഉദ്യോഗത്തിൽ പ്രയാസം വരുന്നു. ഒരു കച്ചവടക്കാരനാണെങ്കിൽ ബിസിനസ് തകരുന്നു. തീർന്നില്ല. ഒരു ഉപയോഗിക്കുന്ന ഒരാളുണ്ടോ, കുടുംബം മൊത്തം തകർച്ചയിലാകുന്നു. അങ്ങനെ നഷ്ടത്തിന്റെ ഒരു കോളം, ആ കോളവും ലാഭത്തിന്റെ ഒരു കോളവും ഒരു ത്രാസിലിട്ടാൽ ആ നഷ്ടത്തിന്റെ ഭാരം താങ്ങാനാകാത്ത അത്രക്ക് തലമുറയിലേക്ക് വരെ നീണ്ടു പോകുന്ന അത്ര ആഴം ഒരു താൽക്കാലിക സുഖം കിട്ടുമെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നതോടുകൂടി മാറിപ്പോകുന്ന വല്ലാത്ത കാഴ്ച നമ്മൾ കണ്ടല്ലോ. ചാവക്കാട് അതെ, 5 മാസമായിട്ടേ ഉള്ളൂ. വെല്ലിമ്മയുടെയും വെല്ലിപ്പയുടെയും ഭക്ഷണം കൊണ്ടുവന്നവരുടെ കഴുത്താണ് അറുത്തത്. ആ കഴുത്തറുത്ത് 2 പേരെയും കഴുത്തറുത്ത് ആ വെല്ലിമാന്റെ മുടി തൂക്കിപ്പിടിച്ച് ആ കോണിപ്പടിയിലേക്ക് വെച്ച് ആനന്ദിച്ചവൻ, അതെ, അവൻ MDMAയിലായിരുന്നു. അതിനെ തുടർന്ന് മാനസിക വൈകൃതം സംഭവിച്ച് വല്ലാത്ത പ്രയാസത്തിൽ ഭക്ഷണം കൊണ്ടുവന്ന പേരക്കുട്ടികളെ വല്ലാതെ സ്നേഹിക്കുന്ന ആ മാതാവിനെയും പിതാവിനെയുമാണ് കഴുത്തറുത്ത് കൊന്നത്. നമ്മൾ കേട്ടല്ലോ. ഈ അടുത്ത് ആമർ കൊണ്ടടിച്ച് രക്ഷിതാക്കളെ ഉൾപ്പെടെ അനിയനെ ഉൾപ്പെടെ കൊന്ന കഥ നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് മാഞ്ഞിട്ടില്ല. 1 മാസമാകുന്നേ ഉള്ളൂ. അതെ, അടിവാരത്ത് ക്യാൻസറായി കിടക്കുന്ന ഉമ്മയെ, ആ ഉമ്മയെ തൊട്ടയൽപ്പക്കത്തുനിന്ന് കത്തി വാങ്ങിക്കൊണ്ടുവന്ന് കൊന്നത് നമ്മൾ മറന്നിട്ടില്ല. അതെ, എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത മാതാവിനെ കൊന്ന രംഗം. സ്കൂളിലെ കുട്ടികൾ, ആ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടായ ചില സംസാരത്തിന്റെ ഭാഗമായി കൊന്നതും നമ്മൾ മറന്നിട്ടില്ല. ഇങ്ങനെ പേടി, ഇതൊക്കെ
നമ്മൾ നിത്യേന കേട്ട ന്യൂസുകളാണെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഡി അഡിഷൻ സെന്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ അടുത്തേക്കെങ്ങാനും ഒരു ചാനലുകാരൻ ആ ചാനലിന്റെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ അടുത്തേക്കെങ്ങാനും അതൊന്ന് തിരിച്ചു പിടിച്ച് പറയാൻ പറഞ്ഞാൽ ഞങ്ങൾ പറയില്ല. കാരണം ശരിക്ക് ഈ നമ്മൾ കേൾക്കുന്ന ന്യൂസുകളൊക്കെ ഒരു 10% ഉണ്ടാകുള്ളൂ. അതെ, 90% ഞങ്ങളടുത്തുള്ള വിവരങ്ങളെങ്ങാനും ഓരോ കുടുംബത്തിന്റെ ഇഷ്യൂകളൊക്കെ പറഞ്ഞാൽ ഞെട്ടിത്തെരിച്ച് പേടിച്ച് വിറച്ച് ഉറങ്ങാൻ കഴിയാത്ത അന്തരീക്ഷത്തിലേക്ക് മാറുമെന്നത് വസ്തുതയാണ്. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്നവരെ, ഇതിന്നൊരു പരിവർത്തനം, ഒരു മാറ്റം നമ്മുടെ വീട്ടിലുണ്ടാകണം. രക്ഷിതാക്കളെ, നമ്മളെ കുട്ടികളെ നേരായ പാതയിലേക്ക് നയിക്കാൻ നമുക്ക് സാധ്യമാകണം. അതിന് നമ്മൾ ചെയ്യേണ്ട ചിലതുണ്ട്. അതെ, ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് അതിനൊക്കെ ആ ഒരു ഭീതിജനകമായ അന്തരീക്ഷം കണ്ട് തളം കെട്ടി നിൽക്കുമ്പോൾ എന്താണ് പരിഹാരം എന്നതാണ് എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. കൃത്യമായ പ്രതിവിധിയും പരിഹാരവുമുണ്ട്. അതിന്റെ മുമ്പ് അതെ തുടങ്ങിയിട്ട് ഒരു പരിഹാരം എന്നത് പഴയ കാലത്തുള്ള ലഹരി പോലെയല്ല ഇന്നിന്റെ ലഹരി. മുമ്പൊക്കെ ആ ലഹരിയുമായി ബന്ധപ്പെട്ട് അവരെ മോചിതമാക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഇന്ന് MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരി അത് ഉപയോഗിക്കുന്ന ഒരാളെ തിരിച്ചു പിടിക്കുക എന്നത് അതീവ പ്രയാസമാണ്. അവർക്ക് അതിൽ നിങ്ങോട്ട് മോചിതമാക്കി കൊണ്ടുവരിക എന്നത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ, അവരുടെ പ്രയാസങ്ങൾ അവർക്ക് അതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ വാഴക്കാടങ്ങാടിയിൽ ഒരു വലിയ ബ്ലോക്ക് ഉണ്ടോ, ആ MDMA ഇട്ട ഒരാൾ, അത് ഉപയോഗിച്ച ഒരാൾ ഈ ബ്ലോക്ക് മൊത്തം വിയർത്തൊലിച്ച് തീർത്ത് ആവേശപൂർവം 4-5 മണിക്കൂർ നട്ട വെയിലത്തിരുന്ന് തീർക്കാൻ ഇത് ഉപയോഗിച്ചാൽ സാധ്യമാകും. അതെ, നമുക്കറിയാലോ, ന്യൂ ഇയർ അങ്ങനത്തെ വിവാഹം, ഇങ്ങനത്തെ ആഘോഷ പരിപാടിയിൽ മിക്ക വിദ്യാർത്ഥികളെയും നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന മക്കളെ കരുതിയിരിക്കണം. ന്യൂ ഇയറിലൊക്കെ നേരം പുലർന്നവരെ അവർ MDMA ഉപയോഗിച്ചാൽ ചാടിക്കൊണ്ടിരിക്കാൻ, ചാടിക്കളിച്ച് ഉറക്കില്ലാതെ നേരം പുലർന്നവരെ അവർക്ക് ആനന്ദിച്ച് ആർമാദിച്ച് നേരം പുലർന്നവരെ ഇങ്ങനെ ഉറക്കൊഴിഞ്ഞ് തുള്ളാൻ അവർക്ക് സാധ്യമാകും. അതെ, ചില കുട്ടികളൊക്കെ വിവാഹത്തിന്റെ തലേന്നാൾ രാത്രി എല്ലാത്തിനും സജീവമാകും. കരുതണം നാം അവരെ. ആ സജീവമായി ഉറക്കളച്ച് എല്ലാം ചെയ്യാൻ ചിലപ്പോ തോന്നും, എന്താ ഈ കുട്ടികൾ ഉഷാർ. അതെ, മുമ്പൊക്കെ മദ്യമൊക്കെ കഴിച്ചാൽ ഒരു ആട്ടവും ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇത്തരം ലഹരി ഉപയോഗിക്കുമ്പോൾ, എന്തിനേറെ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ വരെ, ജോയിന്റ് എന്നും കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ് ഈ വസ്തു ഉപയോഗിക്കും വരെ അവർ കണ്ണിലുറ്റിക്കാൻ ഹൈ ഡ്രോപ്സ് എന്ന ഒരു മരുന്ന് ഉപയോഗിച്ച് കണ്ണിന്റെ ചോപ്പൊക്കെ ഇല്ലാതാക്കി ക്ലീനാക്കി അവർ നമ്മുടെ മുമ്പിൽ നിൽക്കും. അതെ, ഒരു സ്മെല്ല് പോലും ഇല്ലാത്ത വിധം അങ്ങനത്തെ ലഹരികളാണ് ഇന്ന് വിപണിയിൽ ധാരാളമായി ഉള്ളത്. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച ഒരാളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇവരോടൊന്ന് പറയുമ്പോഴേക്ക് അവര് കല്ല് വെച്ച നുണയായിരിക്കും പറയാ. ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ തൊടുക പോലും ചെയ്തില്ല, എനിക്കത് എന്തായെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പം നമ്മളെ കുട്ടിയെ നമ്മൾ വിശ്വസിച്ച് പോകുമാറുള്ള വർത്തമാനമാണ് പലപ്പോഴും അവർ പറയാറുള്ളത്. എന്നാൽ അങ്ങനെ പറയുന്ന ഈ മക്കൾ, അതെ, നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളെ കുട്ടി നിങ്ങളോട് കൂടെ നേരത്തുറങ്ങുന്നില്ലേ, ഏതെങ്കിലും ഒരു ലഹരിക്ക് ആ കുട്ടി അഡിഷനാണ്. ഒന്നുകിൽ ഈ പറഞ്ഞ ലഹരിയായിരിക്കും, അല്ലെങ്കിൽ മൊബൈലിന് അഡിഷൻ ആയിരിക്കും, അതുമല്ലെങ്കിൽ പ്രേമത്തിന് അഡിക്റ്റ് ആയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു അഡിഷൻ നമ്മളെ കുട്ടിക്കുണ്ടോ, ആ കുട്ടി ഉറക്കമില്ലാതാകലാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി എന്താ പറയുക, ഇത്തരം മക്കളെ കയ്യിൽ എപ്പോഴും, മിക്ക കുട്ടികളെ കയ്യിലും അവർക്ക് ഭയങ്കര ദാഹമായിരിക്കും, ഇടക്കിടക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അവരെ കയ്യിൽ ഒരു മിനറൽ വാട്ടറിന്റെ ഒരു കുപ്പി മിക്കവാറും ഉണ്ടാവും. ഇതൊക്കെ ഉള്ളവരെ കരുതിക്കോളി.
നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോ 2-3 വർഷമൊക്കെ എടുക്കും ഇത് പൂർണ്ണമായി തിരിയാൻ. അതുകൊണ്ട് ഇതിന് പരിഹാരം വേണോ? ഞാൻ പലപ്പോഴും മക്കളോട് തുടക്കം എങ്ങനെയാണ് എന്ന് വരുന്നവരോട് ചോദിക്കുമ്പം അവര് പറയുന്ന ഒന്ന്, ആദ്യം തുടങ്ങിയത് രക്ഷിതാക്കളുടെ പിതാവിന്റെ സിഗരറ്റിന്റെ കുറ്റി എടുത്ത് വലിച്ചു തുടങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട്. ആ സിഗരറ്റിന്റെ കുറ്റി പിന്നീട് പിതാവിന്റെ തലയെന്നും കീശയെന്നുമൊക്കെ മെല്ലെ സിഗരറ്റും ബീഡിയും എടുത്ത് ആണ് ഞാൻ ആദ്യം തുടങ്ങിയത് എന്ന് പറഞ്ഞ ഒരുപാട് മക്കളുണ്ട്. അതുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, രക്ഷിതാക്കളെ, നിങ്ങളിൽ ആരെങ്കിലും സിഗരറ്റോ ആൻസോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് അത് നിങ്ങളുടെ വായിൽ വെക്കുന്നുണ്ടോ? അവസാനിപ്പിച്ചേ പറ്റൂ. നമ്മുടെ കുട്ടി അത് കണ്ട് പഠിക്കുമ്പോൾ നോ എന്ന് പറയാൻ അവരോട് നമുക്ക് സാധ്യമല്ലാതെയായി പോകും. അതെ, പല മക്കളും പറഞ്ഞത് രക്ഷിതാക്കൾ അവർ സിഗരറ്റും ആൻസും ഒക്കെ വെക്കുന്നതിന് അല്പമെടുത്ത് വെച്ച് തുടങ്ങിയവരുണ്ട്. വേറെ ചിലർ പറഞ്ഞത് ടൂറിന്റെ സ്കൂളിലെ എക്സ്കർഷനുമായി ബന്ധപ്പെട്ട് ആ ടൂർ പോയ അന്ന് കൂട്ടുകാർ സമ്മാനിച്ചത് കൊണ്ട് അതിനാണ് ആദ്യം തുടങ്ങിയത്. മറ്റു ചിലർ പറഞ്ഞത് വിവാഹത്തിന്റെ തലേനാൾ രാത്രിയാണ്. വേറെ ചിലർ പറഞ്ഞത് ന്യൂ ഇയർ ആണ്. വേറെ ചില ആൾക്കാർ പറഞ്ഞത് ഇന്ന് വിഷു ആണല്ലോ, ഈ വിഷുവിന്റെ അന്ന് ആദ്യം തുടങ്ങിയവരുണ്ട്. മറ്റു ചിലർ പറഞ്ഞത് ഓണത്തിന്റെ അന്നാണ്. വേറെ ചില കുട്ടികൾ പറഞ്ഞത് പെരുന്നാളിനാണ്. ഇങ്ങനെ ഒരുപാട് ഒറ്റക്കാകുന്ന ആ കൂട്ടുമായി ബന്ധപ്പെട്ടുണ്ട ആ സമയത്താണ് തുടക്കം. ആ തുടക്കമിട്ടൊരു കുട്ടിയെ തിരിച്ചു പിടിക്കുക എന്നത് വലിയ പ്രയാസമാണ്. ആദ്യം ഇട്ട് അത് ചിലപ്പോ 6 മാസം കഴിഞ്ഞാൽ അടുത്തതുണ്ടാവുക, തലച്ചോർന്ന് പോകൂല. പിന്നെ 3 മാസമാകും, 2 മാസവും 1 മാസവും, അങ്ങനെ പിന്നെ അത് ദിവസമായി കിട്ടാതിരുന്നാൽ വയലന്റ് ആകുന്ന അവസ്ഥ വരുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും. എന്തിനേറെ എന്ന് പറയോ, ഇവരൊക്കെ വീട്ടിലെത്തിയാൽ സുരക്ഷിത എന്ന് പറയും നമ്മൾ വിചാരിക്കും. എന്നാൽ ന്യൂയോർക്കിലേക്ക് കൊണ്ടുവരുന്ന ചില കുട്ടികൾ, ചിലരുടെ അവരുടെ ഷർട്ടും പാന്റും തുണിയുമൊക്കെ നമ്മൾ അഴിച്ചു മാറ്റി മറ്റൊന്ന് കൊടുക്കുകയാണ്. എന്തിനാ നിങ്ങള് ഷർട്ടിന്റെ ഈ ഒരു 2 തുന്നയിച്ച് അതിന്റെ ഉള്ളിൽ MDMA വെച്ചിട്ട് വരുന്ന മക്കളുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും ഇവരെ? അതുകൊണ്ട് ഡ്രസ്സൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി മറ്റൊരു ഡ്രസ്സ് കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ന്യൂയോർക്കിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അത്രക്ക് പ്രയാസം, കണ്ടുപിടിക്കാൻ പോലും സാധ്യമല്ല. ഈ ഒരു ഡ്രസ്സിന്റെ 2 തുന്നഴിച്ച് അതിനുള്ളിൽ, അതെ, ഈ MDMA ഒക്കെ പറഞ്ഞാൽ ഉപ്പും കല്ല് പോലത്തെ ചെറിയ പൊടിപ്പ് പോലത്തെ ചെറിയൊരു സാധനം. ഈ അടുത്ത് കൊണ്ടുവന്ന ഒരു കുട്ടി, ആ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ രക്ഷിതാക്കള്, അമ്മവൻ, എല്ലാരും ഉണ്ട്. എന്നിട്ട് പറയാണ്, ഇവന് നമുക്കൊരു ഡൗട്ട് ഉണ്ട്. അതെ, ഒരു ഡൗട്ടേ ഉള്ളൂ, സിഗരറ്റ് വലിക്കുന്നുണ്ട് ഇവൻ, മറ്റൊന്നും അവനില്ല. അതുകൊണ്ട് ഇവൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ അത്യാവശ്യം എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് സംസാരിച്ചിട്ട് ഇവനെ ഒറ്റയ്ക്ക് സംസാരിച്ചതിന് ശേഷം രക്ഷിതാക്കളോട് പറഞ്ഞു ഇവനോട് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി നേരെ അപ്പുറത്ത് ഡ്രസ്സൊന്ന് മാറ്റാൻ കൊണ്ടുപോയപ്പോ ഇവന്റെ കയ്യിൽ നിന്ന് ഇതാ 2 പ്ലാസ്റ്റിക്കിന്റെ കവർ, ഓരോ ഗ്രാമുള്ള MDMന്റെ പേക്ക കിട്ടുന്നത്. 1 ഗ്രാമിന് 3000 രൂപയാണ്. 6000 രൂപന്റെ വിലയുള്ള 2 കവർ. അതെ, 2 കവറിൽ ഓരോ ഗ്രാമിന്. എന്നിട്ട് അവര് എന്താ ചെയ്യാറ്? ഇതൊക്കെ നമ്മൾ പറയാതിരുന്നിട്ട് കാര്യം, നമ്മൾ അറിയാതിരുന്നിട്ട് കാര്യമില്ല. മുമ്പൊക്കെ നമ്മൾ ഇതൊന്നും പറയരുതേ. ഇതൊക്കെ അറിയാതിരുന്നാൽ ഇത് അറിയേണ്ട കുട്ടികൾ യൂട്യൂബ് നോക്കി ഇതൊക്കെ പഠിക്കും, എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. നമ്മളോ ഇതൊന്നും അറിയാത്ത പൊട്ടന്മാരാവാൻ പാടില്ല. അറിഞ്ഞു തന്നെ അവർക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയണം. അതെ, ഈ MDMA ഒക്കെ ഇവർ ഉപയോഗിക്കണ എങ്ങനെയാ അറിയുന്നത്? ഒരു ATM ഇവരൊക്കെ കയ്യിൽ നല്ല കരുതിക്കോളി, കുറെ ATM കാർഡ് ഉണ്ടാവും. ഇവരെ പേഴ്സ് എടുത്താൽ അതിലൊക്കെ കുറെ ATM കാർഡ് ഉണ്ടാവും. ഈ ATM കാർഡോട് എന്ത് ചെയ്യും ഇവർ? ഈ പറഞ്ഞ ഈ 1 ഗ്രാം MDMA ആ പ്ലാസ്റ്റിക് കവറിന് ATM കാർഡോട് ലേശങ്ങൾ തോണ്ടിയെടുക്കും. എന്നിട്ട്
ഒരു 500 നോട്ടിലേക്ക് അത് അവരിടും. എന്നിട്ട് 500 നോട്ടുകൾ മടക്കിയിട്ട് ഈ ATM കാർഡ് കൊണ്ട് തന്നെ അതിങ്ങനെ പൊടിക്കും. അത് പൊടിച്ചിട്ട് അവർ ഈ മൊബൈൽ മേൽ ഇങ്ങനെ തട്ടും. അത് തട്ടിയിട്ട് അവരിങ്ങനെ പരത്തിട്ട് ഇങ്ങനെ കള്ളിയാക്കി ഇങ്ങനെ വെക്കും. എന്നിട്ട് ഈ 500 നോട്ട് തന്നെ എന്ത് ചെയ്യും? ചുരുട്ടും. ഇതൊക്കെ എന്തിനാ അറിയോ? ഈ കൈയിന്റെ വിരലുമലങ്ങാൻ ഇത് തൊട്ട് കഴിഞ്ഞാൽ, അത് തൊട്ടാൽ അവിടെ ലേശം പറ്റിപ്പിടിക്കും. 1 ഗ്രാമിന് 3000 രൂപ ഉള്ളത് ഈ കൈയിന്റെ വിരലിന് പറ്റിപ്പിടിച്ചാലോ അത്ര നഷ്ടായി പോകും. അതുകൊണ്ടാണ് ATM കാർഡ് കൊണ്ട് തന്നെ ഈ പണിയെടുത്ത് ഇങ്ങനെ തട്ടി മൊബൈൽ മേൽ കള്ളിയാക്കി 500 നോട്ടിലിട്ടിട്ട് എന്ത് ചെയ്യും? അവരിങ്ങനെ എന്നിട്ട് വലിച്ചാൽ ഓണായി എന്ന് അവർ പറയാ. അവർ ഓണായി. അവർക്ക് പിന്നെ ധൈര്യവും അതേപോലെ എന്തു ചെയ്യാനുള്ള കരുത്തും സംസാരിക്കാനും വണ്ടി ഓട്ടാനും എല്ലാത്തിനും ഒരു സ്പീഡാകുന്ന, അതേ 250 വാട്സിലോടുത്ത് ഒരു 300 വാട്സ് കടത്തിവിട്ടാൽ പവർ കൂടുന്നത് പോലെ, പിന്നെ അതിങ്ങനെ ചുവന്ന് ഡാമേജ് ആകും പോലെ ഇവരിങ്ങനെ ഉരുകി വരും. പക്ഷെ അപ്പം ഭയങ്കര പവറായിരിക്കും. അങ്ങനെ ഡൽഹിന്ന് ഒരു കുട്ടിനെ കൊണ്ടുവന്നു. ഡൽഹിന്ന് ആ കുട്ടി നമ്മളെ ഈ സമീപ പ്രദേശത്തുള്ള ഒരു കുട്ടിയാണ്. പുളിക്കൽ പ്രദേശത്തുള്ള ഒരു കുട്ടിയാണ്. ഡൽഹിയിലാണ്, അവിടെ അലിഗഡിലാണ് പഠിക്കുന്നത്. ആ കുട്ടി ഒരാഴ്ചക്കാലം രാത്രി ഉറങ്ങിട്ടേയില്ല. കണ്ണൊക്കെ ചുവന്ന് തുടിച്ച പഠിക്കുന്ന ആ കുട്ടി പഠനമൊക്കെ ആകെ പ്രശ്നമായി. ഉറങ്ങാതെ രാവും പകലും ഉറങ്ങാത്ത കുട്ടികളെ കുടുംബൊന്നായിട്ട് പിടിച്ചു കൊണ്ടുവരുമ്പം നിങ്ങൾ ഓർക്കണം, ഈ കുട്ടിയൊക്കെ MDMA ഉപയോഗിച്ചിട്ട് രാവും പകലും ഉറങ്ങാതെ ഒരാഴ്ചക്കാലം നിന്ന് ആ കുട്ടി തന്നെ അതിന്റെ അനുഭവം പലയിടത്തും എൻ്റെ കൂടെ വന്ന് പങ്കുവച്ചത് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഓർത്തു പോകുകയാണ്. അതെ, ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞാൽ തീരാത്തത്രയുണ്ട്. പക്ഷേ നമ്മൾ പരിഹാരത്തിലേക്ക് പോണല്ലോ എന്നുള്ളവർക്ക് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. മൊബൈലിന് അടിമപ്പെടുന്നവരും ഇങ്ങനെ തന്നെ. അതെ, അതിങ്ങനെ അഡിക്റ്റായി ഓരോ ഗെയിമും പലതും കണ്ട് പബ്ജിയും അതേപോലെ മറ്റൊരുപാട് ഗെയിമുകളും ഒരുപാട് വ്യത്യസ്തങ്ങളായ കളികളും അതേപോലെയുള്ള എത്രയേറെങ്ങള് ഓജോ ബോർഡ് ഇതൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഴുകുതിരി കത്തിച്ചു വെക്കലും മറ്റുള്ള വിളികളും പല ജാതി എന്തൊക്കെ പ്രശ്നമായോ അങ്ങനെ പറഞ്ഞാൽ തീരൂല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായ മക്കൾ, അതെ, അവരെ കാമുകനെ കണ്ടെത്താൻ, അവരെ പേര് കിട്ടാൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ നമ്മളൊന്നും അറിയാത്ത അത്ര ആഴത്തിലേക്ക് ഇവരെത്തിപ്പെട്ട് പ്രശ്നങ്ങളായി മൊബൈലിനോട് അഡിക്റ്റായി നിൽക്കുന്ന ഒട്ടനവധി മക്കൾ. മെനയാന്ന് കൊണ്ടുവന്ന ഒരു കുട്ടി, 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയെ കൊണ്ടുവരികയാണ്. ടീച്ചർമാർ പറഞ്ഞുപോൽ ഈ കുട്ടിയെ ഒന്ന് കൗൺസിലിംഗിന് കൊണ്ടുവരണമെന്ന്. വന്നപ്പോ ആ കുട്ടിയുടെ മാതാപിതാക്കള് ഈ കുട്ടി ഒരു വളഞ്ഞും തിരിഞ്ഞും ഒരു കുഴഞ്ഞുമൊക്കെ നിൽക്കുകയാണ്. കുട്ടി നേരെ മുണ്ടില്ല, ഒരു ഞരക്കോ മൂൾക്കൊക്കെയാണ് കുട്ടിക്കുള്ളത്. അപ്പൊ കുട്ടി സംസാരം കുറവാന്ന് പറഞ്ഞു കൊണ്ടുവന്ന. അപ്പൊ ചോദിച്ചപ്പോ ആ കുട്ടി കാർട്ടൂണാണ് ഏറ്റവും കാണുന്നതാണ്. അതായത് മൊബൈലിലും കാണും, TV-യിലും കാണും. അങ്ങനെ ആ കുട്ടിയുടെ സംസാരമൊക്കെ നഷ്ടപ്പെട്ട് പഠനത്തിന് വൈകല്യം സംഭവിച്ച് പ്രയാസപ്പെട്ടത് കൊണ്ടാണ് ടീച്ചേഴ്സ് ഒരു കൗൺസിലറെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുമായി വരുന്നത്. അവരൊക്കെ തിരിച്ച് പറഞ്ഞു കൊടുത്ത മറുപടി രക്ഷിതാക്കൾ ഉൾപ്പെടെ ആ TV-യുടെ ഈ കാർട്ടൂൺ കാണുന്ന TV-യുടെ കേബിൾ അറുത്തിടണം എന്നുള്ള നിർദ്ദേശമാണ് അവർക്ക് കൊടുക്കണം. അവരത് കേട്ടു. അതെ, ഞങ്ങൾ പോയി അത് കത്തിയോണ്ടെന്ന് അറുക്കുക. കാരണം മറ്റു കുട്ടി പിന്നെ ഫിറ്റ് ചെയ്യും, ബാക്കിയുള്ള കുട്ടികൾ അത് അറുത്തു മാറ്റാം. അതെ, മൊബൈല് ഞങ്ങളും സാധാ മൊബൈൽ ഉപയോഗിച്ചു കൊള്ളാം. ഇതിന്റെ ബിസിനസ്സിനുള്ള മൊബൈല് അത് ഞാൻ അവിടുന്ന് കടയിൽ നിന്ന് മാത്രം ഉപയോഗിച്ചു കൊള്ളാം എന്നൊരുപാട് തീരുമാനമെടുത്തിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. അതെ, അത്ര ഇതിൽ കുടുങ്ങി പ്രശ്നമായാൽ എല്ലാ നിലക്കും ബാധിക്കുകയാണ് ആ കുടുംബത്തെ, ആ മക്കളെ ഭാവിയെ. അതുകൊണ്ട് ഇതിന്ന് മക്കളെ മോചിതമാക്കാൻ നമ്മൾക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടാവണം. ആ പ്ലാനിങ് നമ്മൾ വ്യക്തമായി നടപ്പിലാക്കണം. അതിനെന്താ മാർഗം? ഒന്നാമത്തെ മാർഗമായി നിർദ്ദേശിക്കാനുള്ളത്, അതെ, നമ്മളും നമ്മളെ കുട്ടികളും ഉറങ്ങുമ്പോൾ മൊബൈൽ തോണ്ടിക്കൊണ്ടാണ് ഉറങ്ങുന്നതെങ്കിൽ, ഇന്ന് ഏറ്റവും തോണ്ടലും തൊടലും എല്ലാവരും ആരെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാനുള്ളത് മൊബൈലാണെന്നാണ്. അതെ, ഈ തോണ്ടലും തൊടലും എപ്പോ അവസാനിപ്പിക്കണം? നമ്മൾ കിടക്കാൻ പോകുമ്പോൾ രക്ഷിതാക്കളെ
നമ്മൾ മാറ്റിവെക്കണം. നമ്മളെ കുട്ടികളെ സകല മക്കളെ കയ്യിലുള്ള മൊബൈൽ ഉറങ്ങാൻ പോകുമ്പോൾ മാറ്റിവെക്കണം. ഇങ്ങനെയാകണം പരിഹാരം തുടങ്ങേണ്ടത്. അതെ, വിസ്ഡം സ്റ്റുഡൻസ് ഇതിനെ കൃത്യമായി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനാണ് കോൺഫറൻസ്. ഇങ്ങനെ തുടങ്ങണം. അതെ, ഇന്ന് ഈ പ്രസംഗം കേട്ട് തുടർന്ന് ബഹുമാന്യനായ ടി.കെ. അഷ്റഫിന്റെ സംസാരവും കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ഒരുപാട് തീരുമാനമെടുക്കാനായിരിക്കണം. ഈ വാഴക്കാട് ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇരിക്കുന്നതും ഇത് അകലെ നിന്ന് ശ്രദ്ധിക്കുന്നവരും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യമാകണം. അതെ, അങ്ങനെ മൊബൈൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെയും കുട്ടികളെയും മൊബൈല് മാറ്റിവെക്കാൻ നാം സന്നദ്ധമാകണം. അങ്ങനെ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറായി, കുട്ടികളും തയ്യാറായി. ഒരു ഡൈനിങ് ടേബിളില് ആ മൊബൈലുകൾ മൊത്തം വെച്ചിട്ട് എല്ലാവരും ഒപ്പം ഉറങ്ങുന്ന രീതി ഉണ്ടാകണം. അങ്ങനെ ഉണരുന്ന രീതി ഉണ്ടാകണം. രാവിലെ അങ്ങനെ ഉറങ്ങിയാൽ നേരത്തെ എഴുന്നേൽക്കും. ആ കുട്ടികൾക്ക് നമസ്കാരവും പ്രാർത്ഥനയും മറ്റും കഴിഞ്ഞ് തുടർന്ന് വായിക്കാൻ അവർക്ക് സമയം കിട്ടും. നമ്മൾക്കും വ്യത്യസ്തങ്ങളായ പരിപാടികൾക്ക് സമയം കിട്ടും. അതെ, ഒരു കുട്ടി ന്യൂ ഹോപ്പ് നന്നായി പോയി, ഡിയർ സെന്ററിൽ വന്ന് ആ കുട്ടി നന്നായി തഹജ്ജുദ് നമസ്കരിച്ച് തിങ്കളും വാഴും നോമ്പെടുത്ത് ആ നിലക്ക് ക്ലാസ് കേട്ട് നന്നായി ആ കുട്ടി വീട്ടിലേക്ക് പോകുമ്പോ രക്ഷിതാക്കളെ ഉൾപ്പെടെ കൗൺസിലിംഗ് ചെയ്ത് അവർ തിരിച്ചയക്കുമ്പോ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, ജമാഅത്തിന് പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോ അവര് സന്നദ്ധരായി തലക്കുലുക്കി അംഗീകരിച്ചു. പക്ഷേ ആ വീട്ടിലെ രക്ഷിതാക്കൾ 12 മണിക്ക് TV ഓഫാക്കി ഉറങ്ങല്. അന്ന് ചെന്നപ്പോഴും നമ്മുടെ ഈ കൗൺസിലിംഗ് കഴിഞ്ഞ് പോയപ്പോഴും ഓക്കെ പറഞ്ഞു പോയ അവര് TV തുറന്നിട്ട് 12 മണിയായി. പക്ഷേ ഇവിടുന്ന് ട്രെയിനിങ് കിട്ടിയ ഈ കുട്ടി എന്ത് ചെയ്തരങ്ങള്, ആ കുട്ടി 9:30 മണി ഭക്ഷണം കഴിച്ച് നമസ്കാരം കഴിഞ്ഞ് ഒതുവെടുത്ത് പ്രാർത്ഥന ചൊല്ലി കിടന്നുറങ്ങി. രാവിലെ 4:30 മണിക്ക് ആ കുട്ടി എഴുന്നേറ്റ് സ്വന്തം തഹജ്ജുദ് നമസ്കരിച്ചു. തുടർന്ന് സുബൈ ബാങ്ക് കൊടുക്കുമ്പോൾ വീട്ടിലെ ഉമ്മാന്റെ ഉപ്പാന്റെ റൂം മുട്ടിയപ്പോൾ ഉമ്മയും ഉപ്പയും പേടിച്ച് കള്ളനാണോ എന്നൊക്കെയുള്ള സംശയത്തിലല്ല. അങ്ങനെ രണ്ടാളും കൂടി എഴുന്നേറ്റ് ഡോർ തുറന്നപ്പോ മോന. അപ്പൊ എന്താ വെച്ച് ബാങ്ക് കൊടുത്തിന് പള്ളിയിൽ പോണം. ഇന്നലെ അങ്ങനല്ല പറഞ്ഞത്, ഇങ്ങനെ ഭാര്യ പറഞ്ഞു പോയിക്കോളിയായിരുന്നു. അങ്ങനെ ആ വാപ്പ ആദ്യമായി സുബൈക്ക് കുട്ടിന്റെ കൂടെ പള്ളി വരിക. നിങ്ങൾ നോക്കൂ, പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ഫോളോ അപ്പിന് വന്നവിടെ ഇവൻ ഇത്ര നന്നാവുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഇങ്ങനത്തെ ഒരു ജമാഅത്തിന് നമ്മളെ മക്കളെ കൊണ്ടുപോകുന്ന അവസ്ഥയ്ക്ക് വരണം പരിഹാരമായിട്ട്. അതെ, കുട്ടികൾക്ക് പടച്ചവനെ പറ്റിയുള്ള ബോധ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പടച്ചോൻ പതിയിരുന്ന് വീക്ഷിക്കുന്നുണ്ട്. CCTVയും മറ്റ് സൗകര്യങ്ങളും ഒന്നുമില്ലാത്ത കാലത്ത് ഖുർആൻ പറഞ്ഞ വാക്ക് ആ മക്കളെ ബോധ്യപ്പെടുത്തലാണ്. അതെ, നമ്മൾക്ക് ബോധ്യപ്പെടലാണ് അതിന് പരിഹാരം. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സശബ്ദം നിരീക്ഷിക്കുന്നവർ രേഖപ്പെടുത്താതെ ഒരു വാക്ക് ഉരുവിടില്ല. യഅലമു, ഞാൻ അറിയും, റബ്ബ് അറിയും. ഖായിനത്തൽ അഗയുനി, കണ്ണിന്റെ കട്ടുനോട്ടം. വമാ തൂഫി സുദൂർ, മനസ്സിൽ മറച്ചു വെച്ചത്. അതുകൊണ്ട് വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ സൂക്ഷിക്കണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, എല്ലാവരെയും അല്ലാഹുവിങ്കലേക്ക് മടക്കുന്ന ആ ദിവസം. സുമ്മ തുവഫാകും കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ, യാതൊരു അനീതിയും പ്രവർത്തിക്കാത്ത ആ ദിവസത്തെ ഭയക്കാൻ മക്കളെ പ്രാപ്തമാക്കലാകണ് രക്ഷിതാക്കളെ ബാധ്യത. അയക്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അയ്യുതറക സുദ, അവനെ വെറുതെ ഉപേക്ഷിക്കപ്പെടുമെന്ന്. അലം യകുൻ നുത്ഫതൻ മിൻ മനിയുംന, ശ്രവിക്കപ്പെടുന്ന ശുക്രത്തിലെ ഒരു കണത്തിൽ നിന്ന് സുമ്മ കാന അലഖതൻ വഖലക ഫസവ, സൃഷ്ടിച്ച് ശരിപ്പെടുത്തി ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, ആണും പെണ്ണുമാകുന്ന ഇണകളാക്കി അവനെ നാം സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട
ആ ബീജാണുവിൽ നിന്ന് നമ്മളെ ഈ രൂപത്തിലാക്കിയ ആ റബ്ബിന് അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവല്ലേ? ഈ ബോധ്യത, ആ പരലോക ചിന്ത നമ്മുടെ മക്കളിലേക്ക് സന്നിവേശിപ്പിച്ച് അങ്ങനെ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ന്യൂ ഹോപ്പ് പോലുള്ള സ്ഥാപനത്തിൽ നിന്ന് തിരിച്ചു വരുന്നവരെ, അതേ ഏത് ലഹരി ഉപയോഗിക്കുന്നവരായാലും അവരെ നമ്മൾ പലപ്പോഴും മഹല്ലും കമ്മിറ്റിയും നാട്ടുകാരും ഒക്കെ പലപ്പോഴും അവഗണിക്കുന്ന അവസ്ഥയുണ്ട്. ആ കാക്ക മറന്നു പറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർ നന്നായി വരുമ്പോഴേ ചില ആൾക്കാരെ കമന്റ് ആണ്. അതല്ല വേണ്ടത്, മറിച്ച് അവരെ ചേർത്ത് പിടിക്കണം. അവരെ കമ്മിറ്റിയിലും ക്ലബിലും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചേർത്ത് പിടിച്ച് അവരെ ഇനി അങ്ങോട്ട് പോകാത്ത വിധം തിരിച്ചു വിളിക്കുവാൻ, തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാത്തിനും ഒപ്പം കൊണ്ടു നടക്കണം. പ്രത്യേകിച്ച് അവരൊന്ന് പുറകോട്ട് പോകും, അവരൊന്ന് ഉൾവലിയും, അവർ വായ പൊത്തിപ്പിടിച്ചിരിക്കും. ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ മറ്റൊക്കെ പിന്നോട്ട് പോകും ഒരു ലഹരി ഉപയോഗിക്കുന്നവർ. അതേ മിണ്ടാതാകും, സംസാരമില്ലാതാകും, വീട്ടുകാരോട് സംസാരിക്കാതാകും, നമ്മൾ അങ്ങോട്ട് മിണ്ടാതാകും. ഇതൊക്കെ പ്രശ്നങ്ങളുടെ കലവറയാണ്. അതെ, ഈ ഒരു ചുരുങ്ങിയ സമയത്ത് അതിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട്, നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട സമയമായതുകൊണ്ട് ഞാൻ ഇവിടം പൂർത്തിയാകാതെ അവസാനിപ്പിക്കുമ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെന്ന് സംസാരിക്കുന്ന, കുട്ടികളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന സ്റ്റുഡൻസ് കോൺഫറൻസ്. അതിലേക്ക് ഒരു വിദ്യാർത്ഥി പോലും നഷ്ടപ്പെടാതെ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും അയൽവക്കത്തുമുള്ള എല്ലാവരെയും വാഹനം വിളിച്ച് പെരിന്തൽമണ്ണയിൽ എത്തിക്കുവാനും ആ കുട്ടികളെ ബോധവൽക്കരിച്ച് നേരിന്റെ പാതയിലേക്ക് നയിക്കുവാനും ഇവിടെ കൂടിയ സകല രക്ഷിതാക്കൾക്കും സാധ്യമാകേണ്ടതുണ്ട്. റബ്ബ് തുണക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.